ഹലോ, ആദ്യം തന്നെ ഹാപ്പി ഓണം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് കിട്ടുന്ന ആ 10 ദിവസം ഓണം ഹോളിഡേ ഇല്ലേ, അതായിരുന്നു എൻ്റെ ഓണം. എൻ്റെ വീട്ടിൽ ഓണപ്പൂക്കളോ അല്ലെങ്കിൽ ഓണസദ്യ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓണം വാസ് ജസ്റ്റ് എ ഹോളിഡേ ഫോർ മീ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. അതിൻ്റെ റീസൺ എന്താന്ന് പറയട്ടെ. എല്ലാവർക്കും ജോലിയും കുട്ടികളും കല്യാണവും ഒക്കെയായി പലരും പല വഴിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ കസിൻസ് ആവട്ടെ എല്ലാവരെയും കൂടി ഒത്തു കിട്ടാനായിട്ട് വലിയ പാടാട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ ഡിസ്കഷനൊടുവിൽ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും എല്ലാവരുമായിട്ട് ഒരു കുഞ്ഞു ഓണം ഫോട്ടോഷൂട്ടാട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേ. എൻ്റെയും ഗ്രീഷ്മയുടെയും ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഈ ഒരു ഫോട്ടോഷൂട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ദിവസം എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ഫോട്ടോഷൂട്ട് ഡേ മാത്രമല്ല കേട്ടോ ഇത് ഞങ്ങൾക്കൊരു ഒത്തുകൂടലുള്ള ദിവസം കൂടിയായിരുന്നു. ഒരു മാസത്തിന് മുന്നേ തന്നെ ഫിക്സ് ചെയ്ത ഡേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം മഴ പെയ്യുന്നത് ഞാൻ അറിഞ്ഞതേയില്ല. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്തപ്പൂ ഒന്നും ഇടാൻ പറ്റിയില്ല ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ കുട്ടികളെയും വെച്ച് നല്ല കുറേ ഫോട്ടോസ് തന്നെ എടുത്തു. ഇനി ഇതുപോലൊരു ദിവസം കിട്ടുമോയെന്ന് അറിയത്തില്ലല്ലോ. ഇനി മറ്റൊരു ഓണക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുമെന്നും അറിയത്തില്ല. അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതിനിടയ്ക്ക് മോളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് മമ്മിയായിട്ടോ കൊണ്ടുവന്നത്. പക്ഷെ മമ്മിക്ക് അസിസ്റ്റന്റ് വേണമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കുന്ന സമയം മമ്മിക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം മമ്മിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അപ്പുക്കുട്ടനെ കൂടി കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ ഓണം ഷൂട്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ ഈ ഓണം ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പിള്ളേരെല്ലാവരും കരയാൻ തുടങ്ങിയിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഓണസദ്യക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈ ദിവസം വെൽ സ്പെൻഡ് ഡേ എന്ന് വേണേൽ പറയാം. ഇന്നത്തെ ഫോട്ടോസ് എല്ലാം ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ കുട്ടികളും ഒക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ഹാപ്പി ഓണം.